ഞങ്ങളുടെ ഈ സൂപ്പർ വുമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് മഷ്റൂമും ബ്രൊക്കോളിയും ചേർത്തിട്ടുള്ളൊരു പാസ്തയാണ്. അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് പാസ്ത ഇട്ടു. അതിനകത്തിലേക്ക് കുറച്ചേറെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം. 1 ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ചേർത്തു. ഇനി നമുക്കിത് അടപ്പേ വെക്കാം. ഇത് കുട്ടികൾക്ക് കൊടുക്കേണ്ടതായിട്ട് ഞാനിത് നന്നായിട്ട് വേവിച്ചിട്ടേ എടുക്കത്തുള്ളൂ. 5 മിനിറ്റ് കൊണ്ട് വേവും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഞാനിത് കുക്കറിലിട്ട് 1 വിസിലടിച്ചിട്ടാണ് എടുക്കുന്നത്. വേവുമ്പോഴത്തേക്ക് നമുക്കതിൽ ചേർക്കാനുള്ളത് റെഡിയാക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 50 ഗ്രാം ബട്ടർ ഇട്ടു. ഇതൊന്ന് ഉരുകട്ടെ. ഇതിൽ ചേർക്കുന്നതിനായിട്ട് ഞാൻ മഷ്റൂം റെഡിയാക്കിയിട്ടുണ്ട്. ബ്രൊക്കോളി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതുപോലെ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി, ഒരു 3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. വെളുത്തുള്ളി ഒന്ന് മൂത്തതിന് ശേഷം ഞാൻ ഈ വെജിറ്റബിൾ അരിഞ്ഞത് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിടുന്ന വീഡിയോ എനിക്ക് മിസ്സായി. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തു. സോ അതിനാവശ്യമായ ഉപ്പ് ചേർത്തിട്ടുണ്ട്. വെജിറ്റബിളിനൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കണമല്ലോ. അതുപോലെ തന്നെ നമ്മൾ പാസ്ത വേവിക്കാൻ വെച്ചതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോഴിത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൈദയുടെ പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിനകത്തിൽ ബട്ടറിനകത്തിൽ കിടന്നൊന്ന് മൂക്കണം. ഞാനത് കലക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ടതങ്ങ് ഇളക്കി കൊടുക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ മൈദയാണ് ഞാൻ കലക്കിയത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോഴിതിൽ വെള്ളമൊക്കെ വറ്റി മൈദ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പാസ്ത വേവിച്ച വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനകത്ത് ഉപ്പും ഓയിലും എല്ലാം ഉള്ളതാണ്. അപ്പോൾ ഇതൊന്ന് അതിനകത്ത് കിടന്ന് ഒന്നുകൂടെ ഇതൊന്ന് വെന്തോട്ടെ. അതൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് പാസ്തയും കൂടെ ചേർത്ത് കൊടുക്കാം. പാസ്ത അതിൽ ചേർത്തതിന് ശേഷം അതിലേക്ക് ഒരു 4 സ്ലൈസ് ചീസ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ടു. അതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടിത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ എൻ്റെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള പ്രോട്ടീൻ പാക്ഡായിട്ടുള്ള പാസ്ത റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ആക്കുക. ഓക്കെ. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ. ഇതിനിയൊരു സർവിംഗ് ഡിഷിലേക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ. താങ്ക് യു സോ മച്ച്.